ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് മൈ വേ ഉമ. ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. കണ്ണിന് സുഖമില്ലാതിരിക്കുകയായിരുന്നു, ചെങ്കണ്ണായിരുന്നു. ചെങ്കണ്ണൊക്കെ ഉള്ള സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. ചെങ്കണ്ണിൻ്റെ ലാസ്റ്റ് ടൈമിലൊക്കെ എടുത്ത വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റു, തലയൊക്കെ ഒന്ന് കെട്ടി, കണ്ണാടി വെച്ചുകൊണ്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രയത്നത്തിലോട്ട് പോവുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നിൽക്കില്ലേ, കുറച്ച് ഡാൻസൊക്കെ ആവാം. ഒന്നാമത്തെ കാര്യം, കണ്ണ് വയ്യാതെ ഭയങ്കര സ്ട്രെസ്സാണ്, വിഷമവും കാര്യങ്ങളൊക്കെയാണ്. കണ്ണ് തെളിഞ്ഞു വരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആവാം, കണ്ണൊക്കെ റെഡി ആയല്ലോ, റെഡിയായി വരുമല്ലേ എന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ചീഞ്ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, എവിടെ സവാള, അങ്ങനെ സവാളയും വന്നു. അങ്ങനെ അതെല്ലാം വഴറ്റി കടലക്കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് കടല ഇടുന്നൊന്നുമില്ല, ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തപ്പോൾ എങ്ങാണ്ടൊക്കെ പോയി, അതുകൊണ്ട് അതൊന്നും ഇല്ല. അങ്ങനെ കടലക്കറിക്ക് റെഡിയാക്കിയാണ്. ഇന്ന് മോന് ട്യൂഷനുള്ള ദിവസമാണ്. മോനെ അച്ഛൻ കൊണ്ടുവിടും. കണ്ണ് വയ്യാത്തത് കൊണ്ട് തൽക്കാലം പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, വീട്ടിലുള്ള പണികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ചെറിയ ചെറിയ പണികൾ. അങ്ങനെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്താ, ഉള്ളി വഴറ്റി കഴിഞ്ഞില്ലേ? കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നടക്കട്ടെ. ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ഇട്ടിട്ട് കുറച്ച് വലിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇത് ആദ്യത്തെ വീഡിയോ ആണ് വലുതായിട്ടിടുന്നത്. ഇതിനിടയ്ക്ക് കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ണിൽ 4 നേരം മരുന്നുണ്ട്. അങ്ങനെ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് കണ്ണ് വയ്യെങ്കിലും നമുക്ക് അടുക്കള പൂട്ടാൻ പറ്റില്ലല്ലോ, അടുക്കള തുറന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റുന്ന പോലുള്ള തട്ടിക്കൂട്ടിയുള്ള കറികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. അത് വാങ്ങിയിട്ട് തന്നെ 2 ദിവസമായി, വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തി. രാത്രിയോ രാവിലെയോ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബാക്കിയായിട്ട് ഇനി കുറച്ച് കടല അരച്ച് ചേർക്കും. അപ്പോൾ വേറൊന്നുമല്ല, കടലക്കറിക്ക് കുറച്ചും കൂടി നല്ല ഒരു മുഴുപ്പ് കിട്ടും, നല്ലൊരു കട്ടി കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് ചിലരൊക്കെ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചേർക്കാറുള്ളൂ. മാക്സിമം ആ കടലയിൽ നിന്ന് തന്നെ കുറച്ച് കടല എടുത്തങ്ങ് അരച്ചങ്ങ് ചേർക്കുകയാണ് പതിവ്. പിന്നെയുള്ള കുറേ പാത്രം കഴുകാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടെന്നല്ല, എന്നാലും ഭയങ്കര ഒരു പ്രയാസം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഈ പണിയാണ്. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പാത്രം, എപ്പം നോക്കിയാലും സിങ്കിൽ കുറേ പാത്രം കാണും. അത് കാണുമ്പോൾ വല്ലാത്ത ഒരു വിഷമമാണ്, കാരണം എത്ര കഴിയാലും തീരില്ല. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി റെഡിമെയ്ഡ്, ഞാൻ പറഞ്ഞ റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ച് വെച്ചേ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് 20 എണ്ണമുള്ളൊരു പാക്കറ്റ്. അപ്പോൾ അത് 65 രൂപയാണ്. പിന്നെ 10 എണ്ണം വരുന്നത് 40 രൂപയ്ക്കും ഉണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ പിന്നെ 65-ന് മേടിച്ചു. കാരണം 20 എണ്ണം അവിടെ ഇരുന്നോട്ടെ, കാരണം കണ്ണ് വയ്യാത്തത് കൊണ്ട് അപ്പോഴപ്പോഴും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ണിത് കുറഞ്ഞ അവസാനത്തെ സമയമാണിത്. ചെങ്കണ്ണ് വന്ന് ഒരു 12-13 ദിവസമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോഴേക്കും ഞാൻ കടയിൽ പോകാൻ തുടങ്ങി, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അപ്പയ്ക്ക് ചപ്പാത്തിയും കൊണ്ട് പോവുക. അപ്പയ്ക്ക് രാവിലെ കഴിക്കണം, ലേറ്റായിപ്പോയി ഇന്ന്. ഇത് മോനാണ്, അവനോട് ഞാൻ കഴിക്കാൻ പറയുന്നത്. അവന് ട്യൂഷനുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, അവൻ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറുകയാണ്. അത് കഴിഞ്ഞ് അമ്മ നീ കഴിച്ചിട്ട് അപ്പ കൊണ്ടുവിടും. കണ്ണ് വയ്യാത്തതുകൊണ്ട് എപ്പോഴൊന്നും പോവില്ല, അത്യാവശ്യം മാത്രമേ പുറത്ത് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. യൂട്യൂബ് ഇട്ട് കാണുകയാണ്. എപ്പോഴും ഇതൊക്കെ തന്നെ, വീട്ടിലല്ലേ, അവധി കിട്ടുന്ന സമയത്ത് വേറെ കളിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ TV തന്നെ ശരണം. അങ്ങനെ ഞാൻ കഴിക്കുകയാണ്. ഇതാ ചപ്പാത്തി കടലക്കറിയും ആയിരുന്നു കഴിക്കുകയാണ്. അടുക്കളയിൽ ഇരുന്നാണ് കഴിക്കുന്നത്. ഇത് രാവിലത്തെ ധൃതിയും പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് 2 എണ്ണം എടുത്ത് വെച്ച് ഞാൻ അടുക്കളയിലോട്ട് ഇരുന്നങ്ങ് പെട്ടെന്ന് കഴിക്കും. ഒരു സ്റ്റൂൾ അടുക്കളയിൽ എപ്പോഴും ഇട്ടിട്ടുണ്ട് കഴിയാൻ വേണ്ടിയിട്ട്. ഇത് മോന് കൊടുക്കുക, ചപ്പാത്തിയും കടലക്കറിയും. അവന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് ചപ്പാത്തി കഴിക്കാൻ, എല്ലാം കഴിച്ച് ശീലിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവനോട് എപ്പോഴും പറയടാ, എല്ലാം കഴിച്ച് ശീലിക്കണം എന്ന് പറയും. പിന്നെ ദോശ ഇഡ്ഡലിയുടെ ആളാണ്. ദോശയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ പാടാം, ദോശപ്പൊടി, അതുകൊണ്ട് ദോശപ്പൊടി എപ്പോഴും ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെയും പാത്രം കഴുകലിലോട്ട് പോയിട്ടുണ്ട്. തീരില്ല, കണ്ണ് വയ്യാത്തത് കൊണ്ട് എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിന് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് വീതം ചെയ്യണം. കുറച്ച് പാത്രം കഴുകും, കുറച്ച് നേരം അവിടെ പോയിരിക്കും. അങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്.
ഇനി കുറേ തുണി കിടപ്പുണ്ട്. അങ്ങനെ തുണി മടക്കാനായിട്ട് പോയി. ഇത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കഴുകിയ തുണികളെല്ലാം കൂടെ ഒരു കസേരയിൽ വാരി വെച്ചിരുന്നു. അതെല്ലാം കൂടെ ഞാനിപ്പം മെത്തയിലോട്ട് എടുത്തിട്ടിട്ട് മടക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരുന്നു. മടിയും ഉണ്ട്. ജോലിക്കുമൊക്കെ പോയിട്ട് വരുമ്പോൾ തിരക്കിൽ കുറേ ജോലികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പെൻഡിങ്ങൊക്കെ കിടക്കും. ആ സമയാനുചിതം പോലെ ചെയ്യും. ഇതിനിടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ട്. നമ്മുടെ സന്തോഷം. ഇടയ്ക്കൊരു പാട്ടൊക്കെ ആവാം, ഡാൻസൊക്കെ ആവാം. അങ്ങനെ തുണികളൊക്കെ മടക്കി അടുക്കി പറക്കി അവിടെ വെച്ചു. ഇനി അടുത്തായിട്ട് അടുക്കളയൊക്കെ കാണിച്ചാൽ എല്ലാം സെറ്റാക്കി. ഞാനെല്ലാം പാത്രമൊക്കെ കഴുകി അടുക്കി പറക്കിയൊക്കെ വെച്ചു. ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആക്കി. ഇത് മീൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. മീനിൻ്റെ പേരറിയില്ല എന്താണെന്നുള്ളത്. മീനൊക്കെ വറുത്തു സെറ്റാക്കി. കുഞ്ഞു മീനാണ്, പേരെനിക്ക് അറിയില്ല ഇതിൻ്റെ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കപ്പപ്പഴം കഴിക്കുകയാണ്. ആരോ കുറേ പേരൊക്കെ പറഞ്ഞു ഈ കപ്പപ്പഴമൊക്കെ നല്ലതാണ് കഴിക്കുന്നത്, ശരീരം തണുക്കുമെന്നൊക്കെ, ചെങ്കണ്ണിനൊക്കെ. അറിയില്ല. എന്തായാലും കപ്പപ്പഴം മേടിച്ച് ആർക്കും കൊടുത്തില്ല, തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പയ്ക്കും കൊടുത്തില്ല, എൻ്റെ മോനും കൊടുത്തില്ല, ചേട്ടനും കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു. കണ്ണൊക്കെ പെട്ടെന്ന് റെഡിയാവട്ടെ, എന്നാലല്ലേ ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായി അവധിയായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. ഉച്ചത്തേക്ക് ചോറ് വെച്ചു. പിന്നെന്താ ഇത്, മീൻ വറുത്തു. കുറച്ച് കടയിൽ നിന്ന് മേടിച്ച മോരായത്, അത് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് വെള്ളം കൂട്ടിയിട്ട്. ഇത് രസം അച്ഛൻ വെച്ച് തന്നു. എൻ്റെ അപ്പ വെച്ച് തന്നു. ഇത് ചീരത്തോരൻ. അതിനെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ചോറ് വിളമ്പിയാൽ മാത്രം മതി. ഇത് കഴിക്കുക, അതേ ഉള്ളൂ പണി. എന്താ ഈ മുഖം വെച്ച് കോപ്രായം കാണിക്കുന്നത്? അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള സൂക്കേടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം വിളമ്പി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ളൊരു വീഡിയോ